എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സെഞ്ചുറിയനിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ തോൽവിയിൽ നിന്ന് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് ടീം ഇന്ത്യ. അതുകൊണ്ട് തന്നെ വമ്പൻ മാറ്റങ്ങളുമായിട്ടായിരിക്കും ഇന്ത്യ അടുത്ത മത്സരത്തിൽ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇരു ടീമുകളും തമ്മിലുള്ള രണ്ടാമത്തെ റെഡ് ബോൾ മത്സരം ജനുവരി 3 കേപ്പ് ടൗണിലെ ന്യൂലാൻഡ്സിൽ നടക്കും. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓപ്പണിംഗിൽ ഇന്ത്യൻ ബാറ്റർമാർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ല. എന്നാൽ ബൌളിംഗ് അറ്റാക്കിൽ ഇന്ത്യ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത ഏറെയാണ്. നടുവേദനയെ തുടർന്ന് സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് പരമ്പരയിലെ ആദ്യ മത്സരം നഷ്ടമായിരുന്നു. പകരം രവിചന്ദ്രൻ അശ്വിനെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിയെങ്കിലും ഒരു വിക്കറ്റ് മാത്രമാണ് അശ്വിൻ നേടിയത്. അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിൽ ജഡേജ തിരിച്ചെത്തും. ഇനി ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിന്റെ പ്ലേയിംഗ് 11-ലേക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പണിംഗിനായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം ഇറങ്ങും. വൺ ഡൌണായി വിരാട് കോഹ്ലി എത്തും. നാലാമനായി ശുഭ്മൻ ഗിൽ ഇറങ്ങുമ്പോൾ ശ്രേയസ് അയ്യർ 5-ാം സ്ഥാനത്തും കളിക്കും. ആറാമനായി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KL രാഹുൽ എത്തും. ഓൾറൗണ്ടർമാരായി രവീന്ദ്ര ജഡേജയും ഷാർദുൽ താക്കൂറും ഉണ്ടാകും. പേസ് നിരയിലേക്ക് വന്നുകഴിഞ്ഞാൽ മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, മുകേഷ് കുമാർ എന്നിവരടങ്ങുന്ന ആക്രമണമാണ് പേസ് നിരയിൽ ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിലും ബൌളിംഗിലും കുറച്ച് വീഴ്ചകൾ പറ്റിയെങ്കിലും അതെല്ലാം തിരുത്തി രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചുവരും. അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരം ജയിക്കും എന്ന് ഉറപ്പാണ്. രണ്ടാം മത്സരത്തിൽ തങ്ങളുടെ പഴയ ഫോം വീണ്ടെടുക്കാൻ ആകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.